അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചേനയാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും ചേന വേണ്ട, ഇതിപ്പോൾ ഒരു 3 കിലോ ഒക്കെ ഉണ്ടാവും. നമുക്കൊരു 1/2 കിലോ ചേനയുടെ ആവശ്യമേ ഉള്ളൂ. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരു 1/2 കിലോ ചേനയായിട്ട് ഒന്ന് കട്ട് ചെയ്യാം. 1/2 കിലോ ചേന ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചേനയുടെ തൊലി ഭാഗം എല്ലാം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ചിലർക്ക് ഈ ചേന തൊലിയൊക്കെ ചെത്തുന്ന സമയത്ത് ചൊറിച്ചിലുണ്ടാകും. ഗ്ലൗസ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ തടവിയിട്ട് തൊലിയൊക്കെ ഒന്ന് ചെത്തി മാറ്റുക, അല്ലെങ്കിൽ ചൊറിച്ചിലുണ്ടാവും. ചിലർക്ക് ചൊറിച്ചിലുണ്ടാവും. എനിക്ക് ചൊറിച്ചിലില്ലാത്തതുകൊണ്ട് ഗ്ലൗസ് ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇതിന്റെ തൊലിയെല്ലാം ഒന്ന് മാറ്റിയെടുക്കാം. അപ്പൊ ചേനയുടെ തൊലിയെല്ലാം ചെത്തി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് 2-3 കഷ്ണങ്ങളായിട്ട് ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് നീളത്തില് ഇത് കനം കുറച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പൊ ചേനയെല്ലാം ഈ ഒരു രീതിക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പൊ ചേനയെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഒരു കടായിൽ കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ചു വരട്ടെ. ആ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചേന ഈ വെള്ളത്തിലേക്ക് അങ്ങിടാം. അപ്പോൾ ചേന കട്ട് ചെയ്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് കനത്തിൽ കട്ട് ചെയ്യരുത്. ഞാൻ പറഞ്ഞതുപോലെ നീളത്തിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്യുക. ഈ ചേന ഒരുപാട് അങ്ങ് വെന്ത് പോകരുത്. പകുതി വേവ് ആവുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ചേന വേവിക്കാൻ വെച്ചിട്ട് ഒരു 6 മിനിറ്റ് ആയി. അപ്പോൾ ഒരു പകുതി കുക്കായിട്ടുണ്ട്. ഒരുപാട് അങ്ങ് കുക്കാവാൻ പാടില്ല. നമുക്ക് പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. ഈ ഒരു രീതി ആവുന്ന സമയത്ത് ഇതിൽ നിന്നും ഈ വെള്ളത്തിൽ നിന്നും നമുക്ക് ഈ ചേന മാറ്റി ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പം ചേന വേവിച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകാൻ പാടില്ല. എന്നാൽ പിന്നെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല. പകുതി വേവേ ആവാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ്. ഇത് അധികം എരിവുണ്ടാവില്ല. എരിവുള്ള മുളക് പൊടി ആണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അവരവരുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരുപാട് പൊടികളുടെ ഒന്നും തന്നെ ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. മുളക് പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. ഒരുപാട് പൊടികളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി. നമ്മൾ ഓൾറെഡി ചേന വേവിച്ചെടുത്ത സമയത്ത് ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കേണേ. പിന്നെ ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഗരം മസാല പൊടിയോ അല്ലെങ്കിൽ ചിക്കൻ മസാല പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മീറ്റ് മസാല ആണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാല പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. പിന്നെ വലിയ ജീരകത്തിന്റെ പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ അതും കൂടെ ചേർക്കേടെ. ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകത്തിന്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. വലിയ ജീരകത്തിന്റെ ടേസ്റ്റും മണമൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ വലിയ ജീരകത്തിന്റെ പൊടി ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ചതച്ച് നല്ലതുപോലെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ഉപ്പ് നമ്മൾ ചേന വേവിച്ചെടുത്ത സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് അങ്ങ് കൂടി പോവരുത്. 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം. കോൺഫ്ലോർ ഇല്ല എന്നുണ്ടെങ്കിൽ അരിപ്പൊടി, വറുത്ത പച്ചരിപ്പൊടി ഉണ്ടല്ലോ, ഒട്ടും തരിയൊന്നും ഇല്ലാത്ത വറുത്ത പച്ചരിപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. വറുത്ത പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വറുത്ത പച്ചരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതുപോലെ 1 ടേബിൾ സ്പൂൺ മൈദയും കൂടി ചേർത്ത് കൊടുക്കുക. കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടിയും മൈദപ്പൊടിയും ഒരേ അളവിൽ എടുക്കുക. അപ്പോൾ കോൺഫ്ലോർ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ കോൺഫ്ലോർ തന്നെ ചേർത്ത് കൊടുക്കുക. നമ്മളൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുക. അതുപോലെ അരിപ്പൊടി എടുക്കുന്ന സമയത്ത് ഒട്ടും തരിയൊന്നും ഇല്ലാത്ത വറുത്ത പച്ചരിപ്പൊടി വേണം എടുക്കാൻ. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് കോട്ടായി വരണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തത്. ഇപ്പോൾ എല്ലാം നന്നായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കോട്ടായി വന്നിട്ടുണ്ട്. ഇനി കോൺഫ്ലോർ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ കോട്ടായി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണും കൂടെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല.
ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാനിൽ കുറച്ച് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ നല്ലോണം ഒന്ന് ചൂടാവട്ടെ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചേന, മസാലയൊക്കെ പുരട്ടി റെഡിയാക്കി വെച്ചിരിക്കുന്ന ചേന ഈ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ലോണം ഒന്ന് ചൂടാവണം. ഇതുപോലെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. കുറച്ച് കയ്യിൽ ഇങ്ങനെ വിതറി ഇട്ട് കൊടുത്താൽ മതി, കയ്യിലെടുത്തിട്ട്. ഞാൻ 2 ബാച്ചായിട്ടാണ് ഇത് ഫ്രൈ ചെയ്യാൻ പോകുന്നത്. ഒറ്റ ബാച്ചിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇട്ട് കൊടുത്ത് 20 സെക്കൻഡ് ആകുമ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചെടുക്കുക. നമ്മളിതിൽ പകുതി വേവിലല്ലേ കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഉള്ളൊക്കെ വെന്ത് നല്ലോണം ക്രിസ്പി ആയി വരണം. അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം ഒന്ന് ലോ ടു മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണം. ഇപ്പോൾ ഇത് നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നങ്ങ് കോരി മാറ്റാം. ഇപ്പോൾ ഇത് നല്ലോണം ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ബാക്കിയിരിക്കുന്നതും ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ 2 ബാച്ചും ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളുത്തുള്ളി അല്ലുകൾ, അതിൻ്റെ മേൽഭാഗത്തുള്ള തൊലിയെല്ലാം മാറ്റി എടുത്തിട്ടുള്ളതാണ്. പിന്നെ ഒരു 4-5 വറ്റൽ മുളക് 2ആയിട്ട് മുറിച്ചതും നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ചേർക്കണം. ഇതൊന്ന് മൂത്ത് വന്നതിന് ശേഷം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി എല്ലാം ചെറുതായിട്ടൊന്ന് നിറം മാറി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പില ചേർക്കാം. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. അപ്പോൾ ഈ മൂപ്പിച്ചെടുത്തത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കണ്ടില്ലേ, ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രമാത്രം ക്രിസ്പി ആയിട്ടാണ് ഇതിരിക്കുന്നതെന്ന്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത വേപ്പില, വറ്റൽമുളക്, വെളുത്തുള്ളിയൊക്കെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം, നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഇതിലേക്ക് നമ്മൾ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അറിയാവുന്നവർ ചെയ്യുക. അതുണ്ടെങ്കിൽ കുറച്ച് ദൂരോട്ട് മാറി നിന്നിട്ട് വെളുത്തുള്ളി വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. വെളുത്തുള്ളി ഇടാതെ വേപ്പിലയും വറ്റൽമുളകും ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താലും മതി. കാണാൻ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്. കഴിക്കാൻ വേണ്ടിയിട്ട് ടിഫിൻ ബോക്സിൽ ചോറിൻ്റെ കൂടെ സൈഡായിട്ട് കൊടുത്തു വിടാൻ പറ്റിയ ഒന്നാണ്. അത് മാത്രമല്ല, നമുക്ക് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ചായയുടെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ചേനയുടെ സീസണൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചേന പെട്ടെന്ന് വെന്ത് കിട്ടും. ചേന ഒരുപാട് വേവാതിരുന്നാൽ മാത്രം മതി. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ കാണിച്ചു തരാം എത്രമാത്രം ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ടെന്ന്. കണ്ടില്ലേ, നമ്മൾ മുറിച്ച് നോക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ചേന കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്